ഇപ്പോഴത്തെ ചില നടപടിക്രമങ്ങൾ കാണുമ്പോൾ ഭരണഘടനയെ മിണ്ടാതാക്കി തുറുങ്കിലടക്കുന്നതിന് സമാനമായി കൈയും കാലും കെട്ടിയിട്ട് ചില അവകാശങ്ങൾ ചിലരുടെയെങ്കിലും കടന്നെടുക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താകും പറഞ്ഞു വരുന്നതെന്നാകും. അതെ, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ മൈനോറിറ്റികളിലൊന്നാണ് ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹം. ഏകദേശം 2% മാത്രമുള്ള ഒരു കുഞ്ഞൻ സമൂഹം എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ ദിവസം അല്ലെങ്കിൽ തിരുനാൾ ദിവസം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ഈസ്റ്റർ ദിവസം. അതുമാത്രമല്ല, ഈസ്റ്ററോട് അനുബന്ധമായിട്ടുള്ള വലിയ ആഴ്ച ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശുദ്ധമായി ആചരിക്കുന്ന വിശുദ്ധമായ ദിനങ്ങളാണ്. ആ ദിനങ്ങളിൽ പെസഹ വ്യാഴവും അതോടൊപ്പം തന്നെ ഈസ്റ്റർ ഞായറാഴ്ചയും അഖിലേന്ത്യാ തലത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന JEE എഞ്ചിനീയറിംഗ് എക്സാമിൻ്റെ എൻട്രൻസ് പരീക്ഷ വന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. ഭാവിയുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് എക്സാം നടത്തുമ്പോൾ ഒരു മതത്തിൻ്റെ പേരിൽ ആ പരീക്ഷ മാറ്റിവെക്കണമോ വേണ്ടയോ എന്ന ഒരു ചോദ്യം സമൂഹത്തിൽ ഉയരുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലേക്ക് നോക്കുമ്പോൾ ആർട്ടിക്കിൾ 29(1) പറയുന്നത് ഇങ്ങനെയാണ്: എ സെക്ഷൻ ഓഫ് സിറ്റിസൺസ് വിത്ത് എ ഡിസ്റ്റിങ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ഓർ കൾച്ചർ, they have the right to conserve the same. പ്രത്യേക ഭാഷയോ ലാംഗ്വേജോ സംസ്കാരവുമുള്ള ഒരു സമൂഹത്തിന് അവരുടെ ആ സംസ്കാരത്തെ പ്രിസർവ് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ടെന്നാണ് പറയുക. അതിനുശേഷം ആർട്ടിക്കിൾ 30 വരുമ്പോഴത്തേക്കിനാണ് മൈനോറിറ്റി റൈറ്റായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുവാനായിട്ടുള്ള അവകാശം ഉണ്ട് എന്ന് പറയുക. ഈ 2 ആർട്ടിക്കിളും കൂടെ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നതാണ്. അതായത് ക്രൈസ്തവ സമൂഹം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ മൈന്യൂട്ടായിട്ടുള്ള, ചെറുതായിട്ടുള്ള, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആരാധനാ രീതികളുള്ള, കൾച്ചറുള്ള, സംസ്കാരമുള്ള ഒരു സമൂഹമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന ദിനമായ ഈസ്റ്റർ എന്ന് പറയുന്നത് അവരുടെ സംസ്കാര രൂപീകരണത്തിൻ്റെ, അവരുടെ വിശ്വാസ രൂപീകരണത്തിൻ്റെ, അവരുടെ മതവിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായ ഒന്നാണ്. ഈ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത് ശരിയാണെങ്കിൽ ഈ സംസ്കാരം സംരക്ഷിക്കപ്പെടുവാനായിട്ടുള്ള അവകാശം ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ട്. പക്ഷേ അന്നേ ദിവസം പരീക്ഷ നടത്തിക്കഴിഞ്ഞാൽ അത് സംരക്ഷിക്കപ്പെടുമോ? നമുക്കറിയാം, ഒരു വീട്ടിൽ ഒരു കുഞ്ഞിൻ്റെ പരീക്ഷ നടന്നാൽ എന്താണ് സംഭവിക്കുക? അതും JEE പോലുള്ള പരീക്ഷകളിൽ ആ വെള്ളിയാഴ്ച മുഴുവൻ ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ ദൂരെ എക്സാം സെൻറ്ററുകളിലേക്ക് അകലങ്ങളിൽ യാത്ര ചെയ്യേണ്ട അവസ്ഥ. ഒരു മൈനോറിറ്റിയെ അവർക്ക് എണ്ണം കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അവകാശങ്ങളിലേക്കുള്ള, ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളിലേക്കുള്ള ഒരു കടന്നുകയറ്റമല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.